ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരി സഹോദരന്മാരെ, കർത്തൃഭൃത്യന്മാരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. സന്തോഷത്തോടെ ഈ നല്ല സമയത്ത് കർത്താവിനെ പുകഴ്ത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ മക്കളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ ഇങ്ങനെ ഒരു അവസരം ദൈവം എനിക്ക് തന്നതോർത്ത് കർത്താവിനെ വാഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. സന്തോഷ നിർവൃതിയോടെ ഈ വചനഭാഗങ്ങൾ നമുക്ക് ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിച്ചുകൊണ്ട് എപ്പോഴും വചനം തന്നും ആലോചന തന്നും നമ്മെ നിർത്തുന്ന നമ്മുടെ രക്ഷിതാവായ കർത്താവിന് ഒരുപാട് നന്ദിയും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയറ്റിക്കൊണ്ട് ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ഏറ്റവും പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗം വായിച്ച് അതിനകത്ത് നിന്ന് കർത്താവ് എന്നെ പ്രേരിപ്പിച്ച ദൈവിക ചിന്ത പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. പ്രതീക്ഷയോടെ ഈ കർത്തൃദിവസത്തിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി നമുക്ക് കാതോർക്കാം. എഗസ്കേൽ പ്രവചനം 37 അധ്യായം 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. എഗസ്കേൽ പ്രവചനം 37 അധ്യായം 1-2 വാക്യങ്ങൾ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ ചുറ്റി പുറപ്പെടി വെച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരവിൽ ഏറ്റവും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. ഏറ്റവും അധികമായിരുന്നു, ഏറ്റവും ഉണങ്ങിയിരുന്നു. ഈ ഭാഗം എത്രയോ പരിചിതമായ വേദഭാഗമാണ്. പക്ഷെ ഇന്ന് ദൈവസന്നിധിയിൽ ഈ ഭാഗമാണ് ദൈവം എന്നെ പിന്നെയും ഓർപ്പിച്ചുണർത്താൻ പ്രേരിപ്പിച്ചത്. പരിചിതമായിരിക്കുന്ന ഈ വേദഭാഗത്ത് നിന്ന് ഇന്ന് നാം അറിയേണ്ട കാര്യത്തിലേക്ക് കടക്കട്ടെ. എഗസ്കേൽ പ്രവാചകനെ ദൈവമായ കർത്താവ് അസ്ഥികളുടെ താഴ്വരയിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നതാണ്. 37 അധ്യായം വേദപുസ്തകത്തിലെ തന്നെ ഏറ്റവും അത്യത്ഭുതകരമായിരിക്കുന്ന അധ്യായം. ഇത് പ്രാവചനിക ഭാഷയിലാണ് മനസ്സിലാക്കേണ്ടതെങ്കിലും ഒരു മനുഷ്യനെ കൊണ്ട് ദൈവം ഈ ഭൂമിയിൽ എത്രത്തോളം വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ഭയങ്കരമായിരിക്കുന്നൊരു ചിന്തയാണ് എഗസ്കേൽ 37 നമുക്ക് തരുന്നത്. ഇതൊരു വെറും ചിന്താമണ്ഡലത്തിൽ കിടക്കുന്ന ഭാവനാത്മകമായിരിക്കുന്ന ഒരാശയം എന്ന് കണക്കാക്കരുത്. ഇത് പ്രവചനികമായിരിക്കുന്ന ഒരു ആത്മീക അർത്ഥമുള്ള പ്രസംഗ വിഷയം എന്നും വിലയിരുത്തരുത്. പിന്നെയോ ഒരു മനുഷ്യൻ, എഗസ്കേൽ എന്ന് പറയുന്ന ഒരു ദൈവപുരുഷൻ, ആ മനുഷ്യന് ഈ ഭൂമിയിൽ എന്ത് ചെയ്യാൻ പറ്റും, എത്രത്തോളം ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിച്ചാൽ ഇവിടെ പ്രയോജനകരമായി തീരും എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയല്ലേ ഈ 37 അധ്യായം. ഒരു മനുഷ്യനോട് തകർന്ന് പൊടിഞ്ഞ് ബന്ധം വിട്ട് ഏറ്റവും നീചമായി കിടക്കുന്ന, പ്രതീക്ഷയറ്റ് കിടക്കുന്ന അസ്ഥികളുടെ ഇടയിൽ ചെന്ന് പ്രവചിക്കാനും പ്രസംഗിക്കാനും ഒക്കെ പറഞ്ഞ് അവരെ പൊക്കിയെടുക്കാൻ ദൈവം പ്രേരിപ്പിക്കുമ്പോൾ ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിച്ചാൽ എന്തായിരിക്കും എന്ന് ഞാൻ ഒത്തിരി പ്രാവശ്യം ചിന്തിച്ചു ആ കാര്യം. ഒരു മനുഷ്യനെ, എന്നെയോ നിങ്ങളെയോ ദൈവം ഉപയോഗിച്ചാൽ ഈ ഭൂമിയിൽ ഏത് വിധത്തിലാണ് ദൈവത്തിന് ഉപയോഗിക്കാൻ പാടില്ലാത്ത ദൈവമക്കളെ. അപ്പോൾ അതിനൊന്ന് വിധേയപ്പെട്ടു കൊടുക്കുക. എന്നെ ദൈവത്തിന് എത്ര തകർന്നിടത്തും ഉപയോഗിക്കാൻ പറ്റും എന്നത് ഇന്നെന്നെ ഭയങ്കരമായിട്ട് ധൈര്യപ്പെടുത്തി. ഒരു പ്രതീക്ഷയില്ലാത്ത, ഒരു സാധ്യതയില്ലാത്ത, യാതൊരു വിധത്തിലും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തിടത്തും ദൈവം ഒരു ദൈവദാസനെ ഉപയോഗിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളത് വിശ്വസിക്കുക. യാതൊരു സാധ്യതയില്ലാത്തിടത്തും തന്നെത്താൻ കൂണ് മുളയ്ക്കുന്നത് പോലെ കാര്യങ്ങൾ മുളച്ചു വരുമെന്നല്ല. ഒരു ദൈവദാസനെ അറമ്പറ്റിയെടുത്ത് ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ എന്തായിരിക്കും അവിടുത്തെ സ്ഥിതിയെന്ന് അങ്ങനെ തന്നെ ചിന്തിക്കുക. അത് തുടക്കത്തിൽ ചിന്തയിൽ കിടക്കട്ടെ. അപ്പോൾ തന്നെ ഞാൻ പറയുന്നതിൻ്റെ പിന്നാലെ നിങ്ങൾ തുടരുക. ഈ ഭാഗത്ത് ഇന്ന് ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നത് 2 വാചകങ്ങൾ. അവ ഏറ്റവും അധികമായിരുന്നു, ഏറ്റവും ഉണങ്ങിയിരുന്നു. ഈ അസ്ഥികളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഏറ്റവും അധികമായിരുന്നു, ഏറ്റവും ഉണങ്ങിയിരുന്നു. അതിനെ നമ്മൾ എങ്ങനെയാണ് ആത്മീകവൽക്കരിച്ചെന്ന് മനസ്സിലാക്കുന്നത്? നമുക്കിങ്ങനെ പറയാം. നമ്മളോടുള്ള ബന്ധത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ ഒരു മനുഷ്യനെ ദൈവം നിർത്തുമ്പോൾ, ഈ അസ്ഥികളെന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. അത് ഒരു വലിയ
ഉത്തരം മുട്ടിക്കുന്ന പ്രശ്നമാണ്. കാരണം യഗസ്കേലിനോട് ദൈവം ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നില്ല. യഹോവേ, അങ്ങേക്കറിയാം, എനിക്കറിയില്ല എന്നോ. കാരണം ഇത് എന്തെങ്കിലും നടക്കോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല. എത്ര വിശ്വാസവീരനാണെങ്കിലും, എത്ര പ്രവാചകനാണെങ്കിലും, എത്ര ആത്മക്കണ്ണുള്ളവനാണെങ്കിലും ചില കാര്യങ്ങൾ, ചിലരുടെ വിഷയങ്ങൾ, ചില പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ, ചിലരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കുമ്പോൾ എന്നാ വിശ്വാസം ഉണ്ടെങ്കിലും ഇതിനു വേണ്ടി എന്തോ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പോലും ആശ്ചര്യപ്പെട്ടു പോയിട്ടുണ്ട്. ഞാൻ അല്പം പേരുടെ പ്രാർത്ഥനാ വിഷയം മാത്രം കേൾക്കുന്ന, സാധാരണക്കാരുടെ കാര്യങ്ങൾ കേൾക്കുന്നൊരു മനുഷ്യനാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ ഈ വാക്യങ്ങളിൽ നിന്ന് കർത്താവ് എന്നോട് എടുത്തു പറയാൻ പറഞ്ഞ ഭാഗം ഇതാണ്: ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ നമ്മെ ദൈവം നിർത്തുമ്പോൾ എന്തായിരിക്കും? ഇന്ന് ഞാനിത് പറയുമ്പോൾ നിങ്ങളാരെങ്കിലും ഇപ്പം എവിടെ നിൽക്കുന്നതെന്നൊന്ന് ചിന്തിക്കാമോ? പണ്ടൊക്കെ തീക്കകത്ത് നിന്നതാ, ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല പാസ്റ്ററേ, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പൗലോസ് പറഞ്ഞ പോലെ ഇപ്പം എല്ലാം ഉണ്ട്, സമൃദ്ധിയായിരിക്കുന്നു എന്ന സ്ഥിതിയിലാണോ? എല്ലാവരും ഒന്നും അങ്ങനെ ആയിരിക്കുകയല്ല. ഞാൻ ഈ വചനം എൻ്റെ ഹൃദയത്തിൽ കിട്ടിയപ്പോൾ 10 വട്ടം ചിന്തിച്ചു. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, എല്ലാവരും ഒന്നും നല്ല സ്ഥലത്തായിരിക്കുകയല്ല, പാറമേലായിരിക്കുകയല്ല, ഉറപ്പുള്ള മണ്ണിലായിരിക്കുകയല്ല നിൽക്കുന്നത്. ചിലരെയൊക്കെ ദൈവം ഈ നാളുകളിൽ ഇതുപോലത്തെ ഏറ്റവും വിഷമമുള്ള, ഏറ്റവും പ്രശ്നമുള്ള, ഏറ്റവും ഉത്തരം മുട്ടിക്കുന്ന, ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത, ഒരാൾ പോലും സഹായിക്കാനില്ലാത്ത, ഒരു കാരണവശാലും ഇതിനകത്ത് നിറങ്ങിപ്പോകാൻ പറ്റുമെന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം നിന്നെ നിർത്തുമ്പോൾ, അങ്ങനെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ? ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായി ഏറ്റവും സങ്കടകരമായ ഒരു വിഷയത്തിൻ്റെ നടുവിൽ കുറച്ച് നാളുകളായി വലിയ ഭാരമുള്ള, അപമാനമുള്ള, മനോദുഃഖം തരുന്ന, വലിയ ഡിപ്രഷൻ, നമ്മുടെ മനസ്സുകൊണ്ട് ഒന്നിനും നമ്മളെ കൊള്ളരുതാത്തതാക്കുന്ന അതുപോലത്തെ വിഷമമുള്ള എന്തെങ്കിലും വിഷയത്തിന് നടുവിലാണോ നിങ്ങൾ നിൽക്കുന്നത്? അങ്ങനെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുറച്ച് നാളായിട്ട് ഞാൻ അങ്ങനെ നിൽക്കുക, യാതൊരു സാധ്യതയും കാണുന്നില്ല, ഒരു പ്രതീക്ഷയില്ല, ഒരാളെപ്പോലും വിളിച്ചാൽ ഫോൺ പോലും എടുക്കുകയില്ല, ദൈവം തമ്പുരാനും ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുക, ഒരു പിടിയും കിട്ടുന്നില്ല. എന്നെങ്കിലും ഇതിന് വിടുതലുണ്ടാവുമോ? എന്നെങ്കിലും ഇതിൻ്റെ നടുവിൽ നിന്ന് പുറത്തു വരാൻ പറ്റുമോ? ഞാനീ കരഞ്ഞിട്ട് നിലവിളിച്ചിട്ട് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ? ഇതിനൊന്നും ഒരു മറുപടിയില്ല. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാട്ടോ എന്ന് പറഞ്ഞാൽ ഇതൊരു ദൂതാവില്ല. അത്രയും വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ ഈ യഗസ്കേൽ നിൽക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് ഞാൻ ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് വായിച്ചു. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞതെന്നറിയാമോ? എടാ, നീ ശ്രദ്ധിക്കുക. ഞാനിങ്ങനെ മനുഷ്യനെ ചിലപ്പോഴൊക്കെ, എൻ്റെ ദാസനെ, എൻ്റെ മക്കളെ ചില സന്ദർഭത്തിലൊക്കെ ഇങ്ങനെയുള്ള ഒരു പിടിയും കിട്ടാത്തടത്ത് കൊണ്ടു നിർത്തും, കണ്ണിൽ ഇരുട്ട് കയറുന്ന സ്ഥിതിയിൽ കൊണ്ടു നിർത്തും. അയ്യോ, എൻ്റെ സ്ഥിതി ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ദീനരോധനം മുഴക്കുന്ന സ്ഥിതിയിൽ ചിലപ്പോൾ ഞാൻ കൊണ്ടു നിർത്തും. അതിൻ്റെ അധികാരം എനിക്കുണ്ട്. അത് ദൈവം ഭയങ്കര കർശനത്തോടെ എന്നോട് പറഞ്ഞേ, അതിൻ്റെ അധികാരം എനിക്കുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നത്തിൽ എൻ്റെ മക്കളെ നിർത്തുമ്പോൾ എന്തായിരിക്കും എന്ന് നീ ഒന്നോടെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഞാനങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ദൈവം എന്നോട് കാണിച്ചു തന്നത് എന്താണെന്നറിയാമോ? ഇത്രയും വലിയ വിഷയത്തിൻ്റെ നടുവിൽ കൊണ്ട് നിർത്തിയിട്ട് ദൈവം അങ്ങ് പോയി എന്നല്ല, ഒരു സംവിധായകനെ പോലെ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, ദൈവം പുറയിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. യഗസ്കേലേ, ഇതിൻ്റെ നടുക്ക് നിന്നോ, ഞാൻ 10 ദിവസം കഴിഞ്ഞിട്ട് വരാം, നിനക്ക് എന്നാന്ന് വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞു പോയതല്ലല്ലോ. അവിടെ നിർത്തിയിട്ട് ദൈവം തമ്പുരാൻ അവനോട് പറയാൻ തുടങ്ങി, നീ ഇന്നതുപോലെ ചെയ്യ്, നീ അസ്ഥിയുടെ ഇടയിൽ കൂടെ ആദ്യം ഒന്ന് നടക്ക്, നീ അസ്ഥികളെ നോക്കി പറ, നീ അവരോട് പറ, വചനം കേൾക്കാൻ പറ, നീ അവരോട് പ്രവചിക്ക്, നീ അവരോട് പറ, തൊക്കിനോട് വരാൻ പറ, കാറ്റിനോട് വരാൻ പറ.
നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? അപ്പം ഞാനിങ്ങനെ പറഞ്ഞ അവസാന ഭാഗത്തേക്ക് വരാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിന് പ്രിയരാണോ? അവിടെ പ്രശ്നമാണ്. അത് നമ്മൾ കീപ്പ് ചെയ്യണം. ഞാൻ ദൈവത്തിൻ്റെ ആളാണ്, ദൈവത്തിൻ്റെ മോനാണ്, ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ദൈവഹിതം ചെയ്യുന്ന ദൈവം എവിടെ കൊണ്ടു നിർത്തിയാലും ചോദ്യം ചെയ്യാതെ അനുസരിക്കാനുള്ള മനസ്സെനിക്കുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. അവിടെ യഹസ്കേലിനെ കൊണ്ട് നിർത്തിയിട്ട് പോയില്ല. ദൈവം ഓരോന്നും പുറകിൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ഏറ്റവും വിഷമകരമായ, ഏറ്റവും പ്രതീക്ഷ ചത്തുപോയ, യാതൊരു സാധ്യതയും കാണാത്ത സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ പേടിക്കരുതേ. കർത്താവ് നിങ്ങളുടെ പുറകിൽ നിന്നുകൊണ്ട് ഓരോന്ന് പറഞ്ഞു തരും. എടാ മോനെ, ഇങ്ങനെ ചെയ്യുക, നീ അത് ചെയ്യരുത്, നീ ഇന്നടത്തേക്ക് പോ, ഇന്നവരോട് ചോദിക്കുക. അയ്യോ, ദൈവം ടെൻഷനാകാതെ ദൈവം പറഞ്ഞു തരും. യഹസ്കേലിൻ്റെ ഈ ഭാഗം ഒന്ന് വായിച്ചേ. ഇത്രയും വലിയ വിഷയത്തെ കൊണ്ട് ഇട്ടിട്ട് ദൈവം മാറിപ്പോയില്ല. കർത്താവ് ഇതിനകത്ത് നിന്ന് ജയാളിയായി പുറത്തു വരാൻ ദൈവമായ കർത്താവുള്ള പദ്ധതികൾ പറഞ്ഞു തരും. അതുകൊണ്ട് ഇത്ര വലിയ വിഷയത്തിൻ്റെ നടുവിൽ നിന്നുപോയല്ലോ എന്നൊന്നും ചിന്തിക്കാതെ ദൈവം നിനക്ക് വഴി പറഞ്ഞു തരുന്നതിന് കാതോർക്ക്. ഈ ദിവസങ്ങളിൽ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ യഹസ്കേലിനെ കൊണ്ടുപോയി വലിയ പ്രശ്നത്തിൻ്റെ നടുവിൽ നിർത്തി. ഇന്നായിരുന്നെങ്കിൽ എല്ലായിടത്തും അങ്ങ് വാർത്തയായേനെ. അയ്യോ, എന്നാ വലിയ മനുഷ്യനാണ് എൻ്റെ കർത്താവേ, ആ മനുഷ്യനെ കൊണ്ടുപോയി ഈ ഗതി കൊണ്ട് നിർത്തിയല്ലോ എന്നൊക്കെ ആളുകൾ പറഞ്ഞേനെ. പക്ഷെ ആരെന്ത് പറഞ്ഞാലും എൻ്റെ ദൈവം അവിടെ ഇട്ടിട്ട് പോകാതെ പുറകിൽ നിന്ന് വിജയത്തിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു തരുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം. തിരുമുമ്പിൽ താഴ്ത്തുന്നു. ദൈവം അനുഗ്രഹിക്കണേ, കൃപ കൊണ്ട് പൊതിയണേ. എല്ലാവർക്കും ഇത് അനുഗ്രഹമായിരിക്കണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.